അടുത്ത ഹെഡിങ് എഴുതിക്കോളൂ. ഓഫ് ബോ പ്രിൻസിപ്പിൾ. In the ground state of an atom, orbitals are filled in the increasing order of their energy. In the ground state of an atom, orbitals are filled in the increasing order of their energy. അതായത് ഞാൻ ഇന്നലെ പറഞ്ഞു എനർജി കുറവുള്ളത് ആദ്യം ഫില്ല് ചെയ്യും, എനർജി കൂടുതലുള്ളത് രണ്ടാമതായി ഫില്ല് ചെയ്യത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും എനർജി കുറവ് 1s-നാണ്, അതിനേക്കാളും എനർജി കൂടുതൽ 2s-ന്, അതിനേക്കാളും എനർജി കൂടുതൽ 2p, അതിനേക്കാളും എനർജി കൂടുതൽ 3s, അതിനേക്കാളും 3p, അത് കഴിഞ്ഞ് 4s കഴിഞ്ഞിട്ടേ ഉള്ളൂ 3d, അത് കഴിഞ്ഞ് 4p, അത് കഴിഞ്ഞ് 5s കണക്കിന്. നമുക്കറിയാം ഇലക്ട്രോൺസിനെ ആദ്യം ഫില്ല് ചെയ്യുന്നതെന്നുള്ള പ്രിൻസിപ്പിൾ ആണ് ഈ ശരിക്കും പറഞ്ഞാൽ ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ആറ്റത്തിൽ ഓർബിറ്റൽ ഫില്ല് ചെയ്യുന്ന ഇൻക്രീസിംഗ് ഓർഡറിലായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അത് ഓൾറെഡി ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു. അതിനെ ഒന്നുകൂടെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്ന റൂളാണ് n+l റൂൾ എന്ന് പറയുന്നത്. n+lന്റെ വാല്യൂ കൂടുതലാകണം, അവൻ എനർജി കൂടുതലായിരിക്കും, അവൻ രണ്ടാമത്തെ ഫില്ല് ആവുള്ളൂ എന്നുള്ളത് ഇന്നലെ നമ്മൾ പഠിച്ചിരുന്നു. ഇനി അടുത്തത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. Police exclusion principle. എഴുതേണ്ടത് no two electrons in an atom can have same set of all quantum numbers. എന്താണെന്നുള്ള കാര്യം പറഞ്ഞുതരാം, എഴുതിക്കോളൂ. Of Bohr principle. AUF-DAU principle. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്, ഇപ്പം ഒരു ഓർബിറ്റലിനകത്തെ ഇലക്ട്രോൺസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമുക്കറിയാലോ 4 സെറ്റ് ക്വാണ്ടം നമ്പർ ഉണ്ട്. അപ്പം ഈ ഇലക്ട്രോൺസിനൊന്നും എല്ലാ ക്വാണ്ടം നമ്പറും ഒരുപോലെ വരില്ല എന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് no two electrons can have same set of all 4 quantum numbers എന്നാണ് പറയുന്നത്. അതായത് എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എല്ലാവരും
ശ്രദ്ധിച്ചോ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ചു. സൂര്യകാന്തി ഒരു അര പേജ് വിട്ടിട്ട് ബാക്കി എഴുതിക്കേ. ഓക്കെ സർ. ഓക്കെ, അതായത് പോളിഷ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ തൊട്ടാണ് എഴുതിക്കോ. അതായത് ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. അതായത് നമ്മള് ഏതെങ്കിലും ഒരു ഓർബിറ്റിൽ എടുക്കും. ആ ഓർബിറ്റിൽ ഇപ്പം പി ഓർബിറ്റലിനകത്ത് ശരിക്കും പറഞ്ഞാൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ആ 6 ഇലക്ട്രോൺസിനും ഒരേപോലെ എല്ലാ ക്വാണ്ടം നമ്പറും ഒരിക്കലും വരില്ല എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു ക്വാണ്ടം നമ്പർ ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു എക്സാമ്പിൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പം ഒരു 3p എന്ന് പറയുന്ന ഓർബിറ്റിൽ എടുത്തിരിക്കുക. 3p എന്ന് പറയുന്ന ഓർബിറ്റിനകത്ത് 6 ഇലക്ട്രോൺസ് മൊത്തം ഉൾക്കൊള്ളാൻ പറ്റും. ഓക്കെ ആണല്ലോ. 3p എന്ന് പറയുന്ന ഓർബിറ്റിനകത്ത് 6 ഇലക്ട്രോൺസ് ഉൾക്കൊള്ളാൻ പറ്റും. ഈ 6 ഇലക്ട്രോൺസിനും നമുക്ക് എത്ര ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്? 4 ക്വാണ്ടം നമ്പർ. 4 ക്വാണ്ടം നമ്പർ ഒരിക്കലും വരത്തില്ല, ഒരേപോലെ വരത്തില്ല എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് പറഞ്ഞു തരാം. നോക്കിക്കോളൂ. ഞാൻ ഇലക്ട്രോൺ ഈ 6 ഇലക്ട്രോണിൽ ഫസ്റ്റ് ഇലക്ട്രോണിനെ 1 എടുത്തു, സെക്കൻഡ് ഇങ്ങനെ എടുത്തു, തേർഡ് ഇങ്ങനെ എടുത്തു, ഫോർത്ത് ഇങ്ങനെ എടുത്തു, ഫിഫ്ത്ത് ഇങ്ങനെ എടുത്തു, സിക്സ്ത് ഇങ്ങനെ എടുത്തു, 6 എടുത്തു. ഓക്കെ, ഇനി 3p ആകുമ്പോൾ ഇതിന്റെ n വാല്യൂ എന്തായിരിക്കും? ഈ എല്ലാ ഇലക്ട്രോണിന്റെ n വാല്യൂ എന്തായിരിക്കും? 3p ആകുമ്പോൾ n വാല്യൂ എന്തായിരിക്കും? n എന്ന് പറയുമ്പോൾ തേർഡ് ശരിയായിരിക്കില്ല അല്ലേ? 3 3 3 3 3 3. ഇതിന്റെ n വാല്യൂ എന്തായിരിക്കും? ഈ ഇലക്ട്രോൺസ് എല്ലാം p യിലായതുകൊണ്ട് n വാല്യൂ എന്തായിരിക്കും? എല്ലാം എന്തായിരിക്കും? 1 ആയിരിക്കും. എല്ലിന് എല്ലാം 1 വാല്യൂ ആണ് അല്ലേ? ഇനി m ന് എന്തൊക്കെ വരും? അതായത് l 1 ആണെങ്കിൽ m എന്തോരാന്ന് പറയുന്നത്? m -l to +l വരെ വരുമെന്നാണ് പറയുന്നത് അല്ലേ? അപ്പൊ -1 to +1 വരെ. അതിനർത്ഥം എന്തുവാ? -1 0 +1 ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഇലക്ട്രോണിന് -1 ആണെങ്കിൽ രണ്ടാമത്തെ ഇലക്ട്രോണിന് 0, മൂന്നാമത്തെ ഇലക്ട്രോൺ +1, നാലാമത്തെ ഇലക്ട്രോൺ വീണ്ടും -1, അഞ്ചാമത്തെ ഇലക്ട്രോൺ 0, ആറാമത്തെ ഇലക്ട്രോൺ +1. ഇങ്ങനെയായിരിക്കും. ഇനി ഇതിന്റെ സ്പിൻ ക്വാണ്ടം നമ്പർ ഒരു ഇലക്ട്രോണിന് +½ ആണെങ്കിൽ അടുത്ത ഇലക്ട്രോണിന് -½ ആയിരിക്കും. അടുത്ത ഇലക്ട്രോണിന് +½ ആണെങ്കിൽ അടുത്ത ഇലക്ട്രോണിന് -½ ആയിരിക്കും. അടുത്ത ഇലക്ട്രോണിന് +½ ആണെങ്കിൽ അടുത്ത ഇലക്ട്രോണിന് -½ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ നോക്കിയേ, ഏതെങ്കിലും ഇലക്ട്രോണിന് 4 ക്വാണ്ടം നമ്പർ ഒരേപോലെ ഉള്ളതുണ്ടോ? ഈ n വാല്യൂ എല്ലാവർക്കും സെയിം ആണ്. അതേപോലെ തന്നെ ഈ ഒന്നാമത്തെയും നാലാമത്തെ ഇലക്ട്രോൺ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ m വാല്യൂ സെയിം ആണ്. മൂന്നാമത്തെ ആറാമത്തെ നോക്കിയാൽ അതിന്റെ m വാല്യൂ സെയിം ആണ്. രണ്ടാമത്തെ അഞ്ചാമത്തെ നോക്കിയാൽ അതിന്റെ m വാല്യൂ സെയിം ആണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമുക്ക് എന്താണ് 6 നോക്കാം, അല്ല 1 4 നോക്കാം. 1 4 നോക്കുന്ന സമയത്ത് ഒന്നിന്റെ n ന്റെ വാല്യൂ 3, l ന്റെ വാല്യൂ 1, m ന്റെ വാല്യൂ -1. അതേപോലെ തന്നെയാണ് 4ന്റെ. എന്താ 3 1 -1 ആണ്. പക്ഷെ നിങ്ങൾ നോക്കിയേ, സ്പിൻ ക്വാണ്ടം നമ്പർ ഇവിടെ മൈനസ് ആകും, ഇവിടെ എന്താണ് പ്ലസ് ആകും, ഇവിടെ പ്ലസ് ആകും, ഇവിടെ മൈനസ് ആകും. ഓക്കെ ആണല്ലോ. ഇനി വേറെ ഒരേപോലെ ഉള്ളത്, അതായത് രണ്ടാമത്തെ ഇലക്ട്രോണിന്റെ n വാല്യൂ 3, l വാല്യൂ 1, m വാല്യൂ 0 ആണ്. അടുത്ത 0 വരുന്ന ഏതാ? അടുത്ത നോക്കി അഞ്ചാമത്തെ 3 1 0 ആണ്. പക്ഷെ ഇവിടെ നോക്കി ഇത് ഹാഫ് -½ ഇത് പ്ലസ് ആകും. അപ്പം നിങ്ങൾ ഏത് ഇലക്ട്രോണിന്റെ 4 ക്വാണ്ടം നമ്പർ എടുത്താലും ഒരേപോലെ വരത്തില്ല. ഏതെങ്കിലും ഒരു ക്വാണ്ടം നമ്പർ എന്തായിരിക്കും? അത് ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ളതാണ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞതൊന്ന് ചെറുതാക്കി കാണിക്കാം, നിങ്ങൾ എല്ലാം എഴുതിയെടുത്തത്. ഇത്ര കാലം ഇതുവരെ പഠിപ്പിച്ചത് എഴുതിയെടുത്തു. പിന്നെ 3p6 എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 3p6 എടുത്തിരിക്കുന്നത്. അതിന്റെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ടേബിൾ വെച്ച് ഇങ്ങനെ ചെയ്യണം.
ഇതറിയാത്തവർ ചോദിക്കണം, മനസ്സിലാത്തവർ ചോദിക്കണം, ലാസ്റ്റ് ആയിട്ട് കയറിയവർ എഴുതി എടുത്തിട്ട് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം. സാറേ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒരു വർഷം കൂടി ഒന്ന് അതായത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്, ഇപ്പം ഒരു ഓർബിറ്റൽ, ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പം എസിനകത്ത് 2 ഇലക്ട്രോൺ വരെ ഉൾക്കൊള്ളും. നമ്മളിപ്പോൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. പിക്കകത്ത് 6 ഇലക്ട്രോൺ വരെ ഉൾക്കൊള്ളും. ഡിക്കകത്ത് 10 ഇലക്ട്രോൺ വരെ ഉൾക്കൊള്ളും. അതേപോലെ എഫിനകത്ത് 14 ഇലക്ട്രോൺ വരെ ഉൾക്കൊള്ളും. നമ്മൾ കെ ഷെല്ലിനകത്ത് 2 എന്നും, എൽ ഷെല്ലിനകത്ത് 8 എന്നും, എം ഷെല്ലിനകത്ത് 18 എന്നും, എൻ ഷെല്ലിനകത്ത് 32 എന്നും പഠിച്ചില്ലേ? അതേപോലെ തന്നെ ഈ സബ്ഷെല്ലിനകത്തും ഓരോ അളവുണ്ട്. എസിനകത്ത് 2, പിക്കകത്ത് 6, ഡിക്കകത്ത് 10, എഫിനകത്ത് 14 വരെ കൂടും. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു 3p, ഇപ്പൊ ഞാൻ 3p6 എടുത്തിരിക്കുക. 3p6 3p എന്ന് പറഞ്ഞ ഓർബിറ്റലിനകത്ത് 6 ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, 3p എന്ന് പറയുന്ന സബ്ഷെല്ലിനകത്ത് 6 ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് അർത്ഥം. ആണോ ചോദിച്ചേ? ഓക്കെ, അപ്പം ഞാൻ ഒരു ഇലക്ട്രോണിനെ, ഒരു ഉദാഹരണം പറയാം. ഒരു ഇലക്ട്രോണിനെ ഞാൻ എ എന്ന് വിളിച്ചു, രണ്ടാമത്തെ ഇലക്ട്രോണിനെ ബി എന്ന് വിളിച്ചു, മൂന്നാമത്തെ ഇലക്ട്രോണിനെ സി എന്ന് വിളിച്ചു, നാലാമത്തെ ഇലക്ട്രോണിനെ ഡി എന്ന് വിളിച്ചു, അഞ്ചാമത്തെ ഇലക്ട്രോണിനെ എ ബി സി ഡി ഇ എഫ് ജി, 1 2 3 4 5 ജി വേണ്ട 6 അല്ലേ, ഇ എഫ്, എ ബി സി ഡി ഇ എഫ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ ഓർബിറ്റലിലായതുകൊണ്ട് തന്നെ ഈ എല്ലാ ഇലക്ട്രോണിന്റെയും എൻ വാല്യൂ എന്തായിരിക്കും? പറഞ്ഞു ജ്യോതിസ്. 3. അതായത് എ എന്ന് പറഞ്ഞ ഇലക്ട്രോണും 3യിലാണ്, ബി എന്ന് പറഞ്ഞ ഇലക്ട്രോണും സിയും ഡിയും ഇയും എഫും 3യിലാണ്. അതിന്റെ എൻ വാല്യൂ എന്തായിരിക്കും? 6. 6ഓ? ഓ, 1. 1. കാരണം പി എന്ന് പറയുന്ന ഓർബിറ്റലാണ് ഈ ഇലക്ട്രോൺ എല്ലാം ആയിരിക്കുന്നത്. പി എന്ന് പറയുന്ന ഓർബിറ്റലിന്റെ എൻ വാല്യൂ 1 ആണ്. അപ്പൊ ഇത് 1, ഇത് 1, ഇത് 1, ഇത് 1, ഇത് 1, ഇത് 1. ഓക്കെ, ഇനിയും അതേപോലെ തന്നെ അതിന്റെ എം വാല്യൂ നമുക്കറിയാം. n 1 ആണെങ്കിൽ എം വാല്യൂ എന്ന് പറയുന്നത് -1, 0, +1 ആയിരിക്കും. ഇന്നലെ പഠിപ്പിച്ചതാണോ? അപ്പം ഒന്നാമത്തെ എ എന്ന് പറയുന്ന ഇലക്ട്രോണിന്റെ എം വാല്യൂ -1, ബി എന്ന് പറയുന്ന ഇലക്ട്രോണിന്റെ എം വാല്യൂ 0, സി എന്ന് പറയുന്ന ഇലക്ട്രോണിന്റെ എം വാല്യൂ +1, വീണ്ടും -1, 0, +1. ഓക്കെ, ഇനിയും അടുത്തത് എന്താണ്? അടുത്ത സ്പിൻ ക്വാണ്ടം നമ്പർ എസ് ആണ്. എസ് എന്ന് പറയുമ്പോൾ 2 വാല്യൂ വരത്തുള്ളൂ. ഒരെണ്ണം +1/2, ഒരെണ്ണം -1/2, ഒരെണ്ണം +1/2, ഒരെണ്ണം -1/2, ഒരെണ്ണം +1/2, ഒരെണ്ണം -1/2. ഓക്കെ, അങ്ങനെ വരും. 10 എണ്ണം വരുമല്ലോ. അപ്പൊ ഡിക്കകത്ത് 10 ഇലക്ട്രോൺ വരത്തില്ലേ? ഇതാണ് ഡിക്കകത്ത് 10 ഇലക്ട്രോൺ. 10 ഇലക്ട്രോൺ വരുമ്പോൾ -2, -1, 0, 1, 2, വീണ്ടും -2, അങ്ങനെ. ഓക്കെ, അപ്പൊ ഇവിടെ ജ്യോതിഷ് നോക്കിയാൽ ജ്യോതിഷേ, ഈ എ ബി സി ഡി ഇ എഫില് ഏതെങ്കിലും ഇലക്ട്രോൺ, 2 ഇലക്ട്രോണിന് ഒരേപോലെ എല്ലാ ക്വാണ്ടം നമ്പറും ഉണ്ടോ എന്ന് നോക്കി. കുറച്ചുണ്ട്, എയും പിന്നെ ഡിയും. ഇല്ല, എയും ഡിയും നോക്കിക്കഴിഞ്ഞാൽ n ഈക്വൽ ആണ്, l ഈക്വൽ ആണ്, m ഈക്വൽ ആണ്. പക്ഷേ s ഈക്വൽ അല്ല. ഒരെണ്ണം +1/2, ഒരെണ്ണം -1/2 ആണ്. ശരിയല്ലേ? അപ്പൊ സ്പിൻ ക്വാണ്ടം നമ്പറിനകത്ത് അത് വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്. വേറെ ഏതെങ്കിലും നോക്കും? അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? അതായത് ഒരു ഓർബിറ്റലിനകത്തെ 2 ഇലക്ട്രോൺസിന് ഒരുപോലെ ഒരിക്കലും ഈ 4 ക്വാണ്ടം നമ്പറും ഒരുപോലെ വരില്ല എന്നുള്ളതാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അതായത് ഇതിനകത്ത് ഇതൊന്നും എഴുതണ്ട. ഇപ്പം ക്രിസിൻ ആണല്ലോ ലാസ്റ്റ് ആയിട്ട് കയറിയത്. ക്രിസിന്റെ ഇത്രയുമാണ് പഠിപ്പിച്ചത്. ഇത്ര എഴുതിയോ? ക്രിസിൻ
എഴുതി സർ. ഓക്കെ, അത് ഞാൻ പറഞ്ഞു തരാമേ, ക്രിസിന് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞു തരാം. അടുത്ത ഒരെണ്ണം കൂടെ അടുത്ത ലാസ്റ്റ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആണ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. എഴുതിക്കോ, ഹൺസ് റൂൾ. ഹണ്ട് HUND അപ്പോസ്ട്രോഫേസ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഇത് സ്റ്റേറ്റ്മെന്റ് എഴുതുക. ഇലക്ട്രോൺ പെയർ അതെന്താന്ന് പറഞ്ഞു തരാം തൽക്കാലം. ഇലക്ട്രോൺ പെയറിംഗ് in orbital electron pairing in orbital of same energy will not takes place until each available orbital of a given subshell is singly എന്നാണ് SINGLY singly occupied with parallel sign ഓക്കെ, അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എസ് ഓർബിറ്റലിന് ശരിക്കും പറഞ്ഞാൽ ഒരു കളം ഉണ്ട്, അതായത് ഒരു ഓർബിറ്റലിനെ കാണിക്കാൻ വേണ്ടി നമ്മളിപ്പം ഇലക്ട്രോൺ വരയ്ക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ഇങ്ങനെ വരയ്ക്കുന്നത്. അപ്പൊ അതിനകത്ത് മാക്സിമം എത്ര ഇലക്ട്രോൺസാ? എസിനകത്ത് 2 ഇലക്ട്രോൺസ് ആണ് ഉൾക്കൊള്ളുന്നത്. ശരിയല്ലേ? എസിനകത്ത് 2 ഇലക്ട്രോൺ ആണ് ഉൾക്കൊള്ളുന്നത്. എസ് ഓർബിറ്റലിനകത്ത് മാക്സിമം എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും? 2. അപ്പൊ 2 എന്ന് പറയുമ്പോൾ അതായത് ഒരു ഓർബിറ്റലിലാണ് ഉള്ളത്, ആ ഒരു ഓറിയന്റേഷൻ ആണുള്ളത് അല്ലേ? എസ് ഓർബിറ്റലിന് 1 ഓറിയന്റേഷനേ ഉള്ളൂ. ശരിയല്ലേ? 1 ഓറിയന്റേഷനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രോണിനെ നമ്മൾ മുകളിലോട്ട് കാണിക്കുന്നു, ഒരു ഇലക്ട്രോണിനെ നമ്മൾ താഴോട്ട് കാണിക്കുന്നു, ഇങ്ങനെ ഓർബിറ്റലിൽ. ഇനി നോക്കിയോ, പി ഓർബിറ്റൽ വരുമ്പോൾ എങ്ങനെയാണ്? ഏതാ ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പിക്ക് നമ്മൾ 3 എണ്ണം കാണിച്ചില്ലേ? PX PY PZ. അതേപോലെ തന്നെ ഡിക്ക് നമ്മൾ 5 എണ്ണം കാണിച്ചു. എന്താ DXY DXZ DYZ DX² -Y². അതെല്ലാം ഓറിയന്റേഷനാ. എസിന് എന്തേ ഉള്ളൂ? എസിന് ഒറ്റ ഷേപ്പ് ഉള്ളൂ, സ്പെരിക്കൽ. എസിന് 0 എൽ വാല്യൂ എന്താ? എൽ വാല്യൂ 0 ആണെങ്കിൽ എം വാല്യൂ എന്തായിരിക്കും? എം വാല്യൂ 1 വാല്യൂ, ഒറ്റ ഒരെണ്ണേ ഉള്ളൂ, ഒരു വാല്യൂ ഉള്ളൂ. അതുകൊണ്ട് അതിന് ഒരു ഓറിയന്റേഷനേ ഉള്ളൂ. ഓക്കെ, അപ്പൊ പിക്ക് ആണെങ്കിൽ മൊത്തം 6 ഇലക്ട്രോൺസ് ഉൾക്കൊള്ളാൻ പറ്റുമേ. ഇത് 2 ഇലക്ട്രോൺസ് എന്ന് എഴുതണേ, 2 ഇലക്ട്രോൺസ്, ഇത് 6 ഇലക്ട്രോൺസ്. ഓക്കെ, പിക്ക് എത്ര ഓറിയന്റേഷൻ ഉണ്ട്? 3 ഓറിയന്റേഷൻ ഉണ്ട്, 3 ഓറിയന്റേഷൻ ഉണ്ട് അല്ലേ? അപ്പം 3 ഓറിയന്റേഷൻ വരുമ്പോൾ അവര് 3 ഓർബിറ്റൽസ് ആയിരിക്കും എഴുതുന്നത്. അതായത് 1 2 3. അതായത് ഒരെണ്ണം PX, ഒരെണ്ണം PY, ഒരെണ്ണം PZ, ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഇനിയും ഹൺസ് റൂൾ പറയുന്നത് എന്താണെന്ന് എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. ഹൺസ് റൂൾ പറയുന്നത് ഇപ്പം ഈ പിക്കകത്ത് മൊത്തം എത്ര എണ്ണം ഉൾക്കൊള്ളും? 6 എണ്ണം. അദ്ദേഹം പറയുന്നത് ഈ 3 ഒരുമിച്ചിരിക്കുന്ന ഈ 3 ഓർബിറ്റലിലും ഒരേ എനർജിയാണ്. നമ്മൾ പറഞ്ഞ എന്താ? എനർജി കുറവുള്ളത് ആദ്യം ഫില്ല് ചെയ്യുന്ന പറഞ്ഞത്. പക്ഷെ ഇവർക്ക് 3 പേർക്കും ഒരേ എനർജി ആയതുകൊണ്ട് തന്നെ ആദ്യം എല്ലാവർക്കും ഓരോ ഇലക്ട്രോൺസ് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ പെയറിംഗ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അതായത് ഇപ്പൊ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ, 1 2 3 4 5 6 ഇങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. ആദ്യം ഇവിടെ ഫില്ല് ചെയ്തു, രണ്ടാമത് ഇവിടെ ഫില്ല് ചെയ്തു, മൂന്നാമത് ഇവിടെ ഫില്ല് ചെയ്തു, ഇങ്ങനെ പറ്റത്തില്ല. എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്? ഓരോ ഓർബിറ്റലിനും ഓരോ ഇലക്ട്രോൺ വീതം കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നീട് മാത്രമേ പെയറിംഗ് ഇലക്ട്രോൺസ് വെച്ച് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നോക്കിയോ, ഇലക്ട്രോൺ പെയർ ഇൻ ആൻ ഓർബിറ്റൽ ഓഫ് സെയിം എനർജി ലെവൽ വിൽ നോട്ട് ടേക്ക് പ്ലേസ് അണ്ടിൽ ഈച്ച് അവൈലബിൾ ഓർബിറ്റൽ ഓഫ് എ ഗിവൺ സബ്ഷെൽ ഈസ് സിംഗിളി occupied by
പാരലൽസ് ആയി. അപ്പം അതായത് ഓരോ എണ്ണമെങ്കിലും വെച്ച് വന്നെങ്കിൽ മാത്രമേ അതെന്ത് ചെയ്യത്തുള്ളൂ, അത് ഫില്ലിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പെയറിങ് നടക്കത്തുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡി ഓർബിറ്റൽ വരുമ്പോൾ എങ്ങനെ വരും? ഡി ഓർബിറ്റൽ എന്ന് വരുമ്പോഴത്തേക്ക് അതിനകത്ത് 10 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. 10 ഇലക്ട്രോൺസിനെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അത്രയും വരണമെന്നില്ല, 10 ഇലക്ട്രോൺസ് വരെ പറ്റും. അവിടെ എത്ര ഓറിയന്റേഷൻ ഉണ്ട്? അവിടെ എമ്മിന്റെ വാല്യൂ 5 ആണ്. അതുകൊണ്ട് തന്നെ അവിടെ 5 ഓറിയന്റേഷൻ ഉണ്ട്. ഓറിയന്റേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനകത്ത് എന്തെന്ന് എഴുതാം നോക്കിയോ. 5 ഓറിയന്റേഷൻ 10 ഇലക്ട്രോൺസ് ഉണ്ട്. 10 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ എത്ര ഓർബിറ്റൽസ് ആയിരുന്നു ഉള്ളത്? എത്ര ഓറിയന്റേഷൻ? 5. നോക്കിയോ, 5 കളം നമ്മൾ വരയ്ക്കണം. അതായത് 1 6 കളവാ ഡി എക്സ് വൈയുടെ, 1 6 ഡി എക്സ് ഇസഡിന്റെ, 1 6 ഡി വൈ ഇസഡിന്റെ, 1 6 ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന്റെ, 1 6 ഡി സെഡ് സ്ക്വയറിന്റെ. ഇവർക്കെല്ലാം 10 എണ്ണം ഉണ്ടെങ്കിൽ ഓരോന്ന് വെച്ചിട്ട് ആദ്യം മേടിക്കണം. ഓരോ ഇലക്ട്രോണും ആദ്യം ഇങ്ങനെ ഫില്ല് ചെയ്യണം, പിന്നീടേ പെയറിങ് നടക്കുള്ളൂ എന്നുള്ളത് ഓർക്കണം. കണ്ടോ, ഇതാണ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി പറയുന്നത്. ഇനിയും അതേപോലെ തന്നെ എഫ് ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺസ് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാം? 14 ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാം. 14 ഇലക്ട്രോൺസ്. അപ്പോൾ 14 ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ അവിടെ 7 ഓറിയന്റേഷൻ കാണണം. 7 ഓറിയന്റേഷൻ കാണണം. നമ്മൾ അതിന്റെ ഷേപ്പ് പഠിക്കാനല്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 14 കളം വരയ്ക്കണമെങ്കിൽ എത്ര കളം വരയ്ക്കണം? 14 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ 7 ഓർബിറ്റൽസ് വരയ്ക്കണം. 1 2 3 4 5 6 7. 1 2 3 4 5 6 7. ഓരോന്നിനകത്ത് 1 2 3 4 5 6 7. 1 2 3 4 5 6 7. കണ്ടോ, ഇങ്ങനെ വേണം ഫില്ല് ചെയ്യാൻ. അല്ലാതെ ഒരിക്കലും എങ്ങനെ ഫില്ല് ചെയ്യല്ലേ, ഓരോ കളത്തിൽ രണ്ടെണ്ണം ഫില്ല് ചെയ്ത് പോവല്ലേ. എല്ലാത്തിനും ഓരോന്ന് കിട്ടിക്കഴിഞ്ഞിട്ട് ബാക്കി എന്ത് ചെയ്യത്തുള്ളൂ? ഫില്ലിങ് നടക്കത്തുള്ളൂ. ഓക്കെ ആണോ? പെയറിങ് നടക്കത്തുള്ളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ, നമുക്ക് കുറച്ച് ആൾക്കാരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോവാണ്. ഇനിമേ നമ്മുടെ ടോപ്പിക്സ് എല്ലാം കവറായി. ഇനി നമുക്ക് ആ കുറച്ച് ആൾക്കാരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. അതായത് ഇപ്പം ഞാൻ ആദ്യം എഴുതാൻ പോകുന്നത് സോഡിയം എഴുതാം. എണ്ണയുടെ ഇലക്ട്രോൺസിന്റെ എണ്ണം എന്താ? അറ്റോമിക് നമ്പർ എത്ര? 11. എണ്ണയുടെ അതിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 11 ഇലക്ട്രോൺസ് ഉണ്ട്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺസിനെ എങ്ങനെയാ ഫില്ല് ചെയ്യുന്നത്? നമ്മളെങ്ങനെ അറ്റോമിക് ഓർബിറ്റിൽ വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത് അല്ലേ? മൊത്തം 11 എണ്ണം വരണം. അപ്പൊ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണെന്നറിയോ? നോക്കിയോ. ആദ്യം ഏത് ഫില്ല് ചെയ്യണം? 1s. 2 എണ്ണം അല്ലേ? അടുത്ത എന്തെണ്ണം വരും? 2s വരും. 2sനകത്ത് എത്ര? 2 എണ്ണം. അടുത്തത് 2p വരും. ഓർഡർ അനുസരിച്ച് 2p. അതിനകത്ത് എത്ര എണ്ണം വരെ ഫില്ല് ചെയ്യാം? 6 എണ്ണം വരെ. മൊത്തം ഇപ്പൊ എത്രയായി? 10 ആയി. ഇനി എത്ര എണ്ണം കൂടെ വരും? 1. 1s2 2s2 2p 6. അടുത്തത് 3s ആണ് വരുന്നത്. അതിനകത്ത് 2 എണ്ണം വരെ വരും. പക്ഷെ 2 എണ്ണം വേണ്ട, 1 കൊടുത്താൽ മതി. ഓർബിറ്റൽ വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കണം? എസിന് ഒരു ഓർബിറ്റൽ, ഇത് 1s ആണ്. അപ്പൊ അതിനകത്ത് 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു. 2s വരയ്ക്കുമ്പോൾ ഇത് 2s വരയ്ക്കുമ്പോൾ അതിനകത്ത് 2 എണ്ണം ഫില്ല് ചെയ്തു. 2p വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കണം എന്നാ പറഞ്ഞത്? 2pക്ക് 6 എണ്ണം പറ്റും. ഇപ്പൊ 1 2 3 പിന്നെ 4 5 6 നടക്കത്തുള്ളൂ. അടുത്തത് 3s എത്രയാ? 3sല് ഒരെണ്ണം. കണ്ടോ, ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇത് 3s. ഇങ്ങനെ വരും. ഡൗട്ട് ഉണ്ടെങ്കിൽ ഏതാ ഓർഡർ? ഇത് പഠിക്കണ്ട, ഇങ്ങനെ പഠിക്കണ്ടല്ലോ, ഇത് പഠിച്ചാൽ പോരെ. 1s 2s 2p 3s 3p 3d 4s 4p 4d 4f. എന്നിട്ട് ഈ ആരോ പഠിച്ചാൽ മതി. ഇതല്ലേ എളുപ്പം. 1s കഴിഞ്ഞ് 2s, പിന്നെ 2p കഴിഞ്ഞ് 3s, അത് കഴിഞ്ഞ് 3p കഴിഞ്ഞ് 4s കഴിഞ്ഞ് 3d, അത് കഴിഞ്ഞ് 4p കഴിഞ്ഞ് 5s കഴിഞ്ഞിട്ട്
4D അങ്ങനെ ഇതുവരെ പഠിച്ചാൽ മതി. ഈ 3D 4S ആ ഒരു ഭാഗം വെച്ചിട്ടുള്ള പഠിക്കാവുള്ളൂ ഈ വർഷം. അടുത്ത നോക്കിയോ, എഴുതിയോ? വരയ്ക്ക് എല്ലാവരും വരച്ച്. അടുത്തത് മഗ്നീഷ്യം ഇതുപോലെ ഒന്ന് വരച്ച് കാണിച്ചാൽ. മഗ്നീഷ്യം 12, അതായത് അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അതിന്റെ ഓർബിറ്റൽ കോൺഫിഗറേഷനും വേണം. ഇത് ഇങ്ങനെയായിരിക്കുമല്ലോ. മഗ്നീഷ്യം ആകുമ്പോൾ 1s2 2s2 2p6 3s2 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഓർബിറ്റിൽ എങ്ങനെ വരും? 1sനകത്ത് 2 എണ്ണം, 2sനകത്ത് 2 എണ്ണം, 2pക്കകത്ത് 6 എണ്ണം അല്ലേ? അപ്പൊ 1 2 3 4 5 6 ഇങ്ങനെ എഴുതണം. 2p ആണോ? ആണ്. അടുത്ത എത്ര? 3s എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും? 3sനകത്ത് 2 എണ്ണം ഫിൽ ആവും. ശരിയല്ലേ? 1 2 ഓക്കെ ആണല്ലോ. അടുത്ത നമുക്ക് അലൂമിനിയം ഒന്ന് എടുത്താലോ. അലൂമിനിയം 13 എങ്ങനെയാ? ഒന്ന് എഴുതിക്ക്. ഇത് എഴുതിയാ ശരിയാണോ എഴുതിയത്? അടുത്ത അലൂമിനിയം ഒന്ന് എഴുതിക്ക്. എല്ലാവരും എഴുതിക്ക്. നമുക്ക് നോക്കാം. നോക്കിയോ. അലൂമിനിയം 1s2 2s2 2p6 3s2. അടുത്ത എന്താ? ഇതിപ്പോ എത്ര എണ്ണമായി? 2 4 10 12 ആയി. ഇനി എത്ര? 3s കഴിഞ്ഞിട്ട് എന്തോ ഫില്ല് ആവുന്നേ? 3s കഴിഞ്ഞിട്ട് 3p. അത് കഴിഞ്ഞിട്ട് 4s കഴിഞ്ഞിട്ട് 3d ഫില്ല് ചെയ്യത്തുള്ളൂ. അത് എപ്പോഴും ആലോചിച്ചോണം. ഇവിടെ വേണ്ട. അപ്പൊ ഇവിടെ എത്ര? ഇവിടെ എത്ര? 3pക്കകത്ത് എത്ര? 1 ആണോ? അപ്പൊ അത് ഓർബിറ്റൽ കോൺഫിഗറേഷൻ വരയ്ക്കുമ്പോൾ എന്താ? 1sനകത്ത് 2 എണ്ണം, 2sനകത്ത് 2 എണ്ണം, 2pക്കകത്ത് 6 എണ്ണം. അപ്പൊ 1 2 3 4 5 6. ഇത് 2pക്കകത്ത് 6 എണ്ണം. അതേപോലെ 3sനകത്ത് 2 എണ്ണം. അതേപോലെ 3pക്കകത്ത് 1 2 1 2 3. ഇത് മൂന്നും വരയ്ക്കണം അല്ലേ? പക്ഷെ എന്താ, എന്തിനകത്തെ ഒരെണ്ണത്തിനകത്തേ ഉള്ളൂ. മനസ്സിലായ? ആപ്പിളില്ലാതെ. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കിയേ. കാൽസ്യം ഒന്ന് നോക്കിയേ. കാൽസ്യം 20 എങ്ങനെ എഴുതുന്നത് നോക്കിയേ. കാൽസ്യം
നോക്കിയോ കാൽസ്യം വരുമ്പോൾ നോക്കാം നമുക്ക് 1s2 2s2 2p6 3s2 3p6 അടുത്ത എന്താ 4s. പക്ഷെ നിങ്ങൾ എഴുതുന്ന ഓർഡർ എങ്ങനെ എഴുതിയാൽ മതി? അടുത്തത് ഓർഡർ നോർമലി എഴുതി പോകുന്ന പോലെ എഴുതി അങ്ങനെ നിങ്ങൾക്ക് വേണേൽ രണ്ട് രീതിയിൽ എഴുതാം. ഇങ്ങനെ എഴുതാം. ഇത് നോക്കി ഇതിപ്പം എത്ര വരുന്നത്? 1s2 2s2 2p 6 4 10 12 18 ആയി. ഇനി രണ്ടെണ്ണം കൂടെ മതി. രണ്ടെണ്ണം എന്ന് പറയുമ്പോൾ അടുത്ത ശരിക്കും ഓർഡർ അനുസരിച്ച് 3Dയിലായിരുന്നു. പക്ഷെ എന്താ നമ്മുടെ ഓപ്പോ പ്രിൻസിപ്പിൾ അനുസരിച്ച് എന്തിലാണ് ഫില്ല് ചെയ്യുന്നത്? 4s2 ആണ്. ഓക്കെ ആണല്ലോ? അപ്പം ഇവിടെ നോക്കിയേ, ഇവിടെ നിങ്ങൾ ഓർബിറ്റിൽ വരുമ്പോൾ എങ്ങനെ വരും? ഇത് 1s അതിൽ രണ്ടെണ്ണം, അടുത്ത 2s അതിൽ രണ്ടെണ്ണം അല്ലേ, അടുത്ത 2p അതിൽ 6 എണ്ണം വരുമ്പോൾ സിംഗിളി ഓക്കുപൈഡ് 1 2 3 കഴിഞ്ഞിട്ട് പെയറിങ് അല്ലേ, ഇത് 2p ആണ്. അടുത്ത 3s എത്രയാ? 3s ഈ രണ്ടെണ്ണം അല്ലേ. അടുത്തത് 3p നോക്കിയോ, 3p 1 2 3 4 5 6 ഇത് 3p. അടുത്തത് 4s അത് എത്രയാ? 2. ശരിയല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്തത് സ്കാൻഡിയം SC21 ഒന്ന് എഴുതിക്കാം നോക്കട്ടെ. മനസ്സിലാത്തവർ ചോദിക്കണേ, ഓൺലൈനിലുള്ളവർ മനസ്സിലാത്തവർ ചോദിക്കണം. ഓക്കെ നോക്കാം. നോക്കിയോളൂ, സ്കാൻഡിയം എന്ന് പറയുമ്പോൾ 1s2 2s2 2p6 3s2 3p6. ഇനി അടുത്തത് ഫോറസ്റ്റ് 1 മൊത്തം എത്രയായി? 4s2 3d 1. അപ്പൊ നിങ്ങൾ ഒന്നെങ്കിൽ എഴുതുമ്പോൾ തന്നെ ഇങ്ങനെ എഴുതാമേ. അതായത് നിങ്ങളുടെ ഓർഡറിൽ തന്നെ എഴുതി പോയിട്ട്, അതായത് 4s2 കഴിഞ്ഞിട്ട് ശരിക്കും ഫില്ല് ചെയ്യുന്നതേ ഉള്ളൂ. ഓർഡർ എപ്പോഴും എന്ത് തന്നെയാ? 1s 2s 2p 3s 3p 3d 4s അങ്ങനെ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാ? 4s പോയിട്ട് രണ്ടെണ്ണം ഫില്ല് ചെയ്തിട്ട് 3dയിൽ 1 വരത്തുള്ളൂ. എല്ലാം നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. 1s2 2s2 2p6 3s2 3p6 ഫില്ല് ചെയ്യുന്ന ഓർഡറിൽ തന്നെ എഴുതാം. ഏതാ? 4s2 ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് 3d 1. രണ്ട് രീതിയിലും എഴുതാം, കുഴപ്പമില്ല. ഓക്കെ ആണോ? ഓക്കെ. അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെ എഴുതാനേ പറയത്തുള്ളൂ. ഇങ്ങനെ എഴുതാനേ പറയുള്ളൂ. കാരണം എന്താണെന്നറിയാമോ? ഇവിടെ ഒന്ന് ഇലക്ട്രോണെ വിഡ്രോ ചെയ്യുമ്പോൾ ആദ്യം എവിടുന്നാണ് വിഡ്രോ ചെയ്യുന്നത്? ഇലക്ട്രോണെ കളയുമ്പോൾ എവിടുന്നാ കളയുന്നത്? എവിടുന്നാ കളയുന്നത്? 4s ന്ന് കളയാൻ 3d. ഇതാണ് ഇതിനകത്ത് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാന്നറിയാം, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 3d ന്ന് കളയാൻ ശ്രമിക്കും. 3d ശരിക്കും ഉള്ളിലുള്ള ഒരു ഓർബിറ്റില്ല. കളയുമ്പോൾ എന്തിനെ കളയാവും? അതായത് ഇതിനകത്തുനിന്നേ കളയാവും. മനസ്സിലായോ? ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽ ആവുന്നത് ലാസ്റ്റ് എന്നുള്ള കളയാന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്ന അനുസരിച്ച് ലാസ്റ്റ് ഏതാ? 3d ന്ന് കളയാൻ പാടില്ല. ലാസ്റ്റ് ഓർബിറ്റിൽ ഇപ്പൊ വെളിയിലുള്ള ഓർബിറ്റിൽ ഇപ്പൊ ആര് തന്നെയാ? 4s തന്നെയാ. അപ്പൊ ഞാൻ വരച്ച് കാണിക്കാം. നോക്കിയോ ഇവിടെ നോക്കിയോ, ഇതാ നമ്മുടെ ന്യൂക്ലിയസ്, സ്കാൻഡിയം ന്യൂക്ലിയസ്. ഒന്നാമത്തെ ഷെല്ല്, അതിനകത്ത് എത്ര ഉണ്ട്? 1s 2 ഉണ്ട് ഇല്ലേ. രണ്ടാമത്തെ എത്ര ഉണ്ട്? 2s2 2p6
മൂന്നാമത്തെ എന്താ 3s2 3p6 ഇവിടെ തന്നെ അല്ലേ 3d വരുന്നത്. നാലാമത്തേലല്ലേ 4s വരുന്നത്. പക്ഷെ ഇവിടെ 3d6 കഴിഞ്ഞിട്ട് 4s പോയിട്ട് രണ്ടെണ്ണം ഫില്ല് ചെയ്തിട്ട് 3d ഫില്ല് ചെയ്യത്തുള്ളൂ. പക്ഷെ കളയുമ്പോ എവിടുന്ന് തന്നെ കളയണം? ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഏത് തന്നെയാ? ഔട്ടർ മോസ്റ്റ് ഷെല്ല് 4s തന്നെയാ. കളയുമ്പോ ഇതിൽ നിന്ന് വേണം കളയാൻ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഫില്ല് ചെയ്യുന്ന ഓർഡറിൽ എഴുതാതെ നിങ്ങൾ യൂഷ്വലി ആ ഇതിലുള്ളത് എന്താ നോർമൽ ഓർഡറിൽ എഴുതിയിട്ട് ഫില്ല് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. എന്താ ഇങ്ങനെ, അതായത് നോക്കിയോ, നമ്മളിപ്പോൾ സ്കാൻഡിയത്തിന്റെ എഴുതുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാന്ന് പറഞ്ഞു. സ്കാൻഡിയം 21 ആണ്, അതായത് 1s2 2s2 2p6 3s2 3p6, അത് കഴിഞ്ഞ് 4s2 ഫില്ല് ചെയ്തിട്ട് 3d1 ഫില്ല് ചെയ്യാം. ഇങ്ങനെ എഴുതാം. നിങ്ങൾ ചിലപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, 1s2 2s2 2p6 എന്താണ് 3s2 3p6 4s2 എഴുതി കഴിഞ്ഞിട്ട് 3d1 എഴുതാനായിരിക്കും പറഞ്ഞത്. ഇത് ശരിയാ. പക്ഷെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഈ 3d ലോസ് ചെയ്യിക്കും. പക്ഷെ 3d നല്ല ആക്ച്വലി ലോസ് ആവുകയാണ് എവിടുന്ന 4s. അപ്പൊ യൂഷ്വലി നോർമൽ ഇതിന്റെ ഓർഡറിൽ എഴുതിയിട്ട് ഫില്ല് ചെയ്യുന്നത് എന്ത് ചെയ്താൽ മതി? മറ്റേ നമ്മുടെ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിൽ ഫില്ല് ചെയ്താൽ മതി. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം ഇങ്ങനെ എഴുതാം, ഒരു പ്രശ്നമില്ല. ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിച്ചോ. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിച്ചോ. സ്കാൻഡിയം മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിച്ചോളൂ. സാറേ ഇപ്പൊ വരയ്ക്കുമ്പോ നോർമൽ ആയിട്ട് തന്നെ വരച്ചാൽ മതി. അതായത് എങ്ങനെ വരയ്ക്കുമ്പോ? ഇപ്പൊ 3D എഴുതി കഴിഞ്ഞാൽ 3D ആദ്യം വരച്ചിട്ട് വേണോ 4സിലോട്ട് പോകാൻ? അങ്ങനല്ലടാ. ഇപ്പം സ്കാൻഡിയത്തിന്റെ കേസ് നോക്കിയോ, സ്കാൻഡിയം 21 ആണ്. ആദ്യം 1s2 ആണോ? അതെ. 2s2 അടുത്തത് 3p6 2p6 2p6 അടുത്തത് 3s2 3s2 3p6 3p6 അടുത്തത് പിന്നെ 3d1 3d1. അങ്ങനെയല്ല നമ്മൾ പറയുന്നത്, നമ്മൾ ഏതാ ഫില്ലാവുന്നത്? 4s 4s ഫില്ല് ചെയ്തിട്ടേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? 3d വരാൻ പാടുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് എഴുതുമ്പോൾ എങ്ങനെയാ? നിങ്ങൾക്ക് രണ്ട് രീതിയിൽ എഴുതാം. 4s2 ഫില്ല് ചെയ്തിട്ട് 3d1ലേക്ക് നോർമൽ ഫില്ലിങ്ങിന് ഓർഡറിൽ തന്നെ എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? നോർമൽ അതിന്റെ ഷെൽസ് ഇരിക്കുന്ന പോലെ എഴുതാം. പക്ഷെ ഫില്ല് ചെയ്യുന്നത് ഇത് ഞാൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഞാൻ 1s2 2s2 2p6 3s2 3p6 കഴിഞ്ഞിട്ട് കുറച്ച് അകത്തി 4s2 എഴുതും. എന്നിട്ട് 4s2 ഫില്ല് ചെയ്തിട്ട് പിന്നെ അതിന്റെ ഉള്ളിൽ 3d1 എഴുതും. അപ്പം യൂഷ്വലി എന്തായി? അത് നോർമൽ ഞാൻ എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡറിൽ ഫില്ല് ചെയ്തെന്നുമായി. എന്നാൽ ആ ഓർബിറ്റൽസ് കൃത്യമായിട്ട് കിടക്കുന്ന ഓരോ ഷെല്ലിനനുസരിച്ച് കിടക്കുന്ന ആ രീതിയിലുമായി. ഇതിന്റെ ഗുണം എന്താണെന്നറിയാമോ? ഇലക്ട്രോണെ ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതുന്നെങ്കിൽ, അതായത് 1s2 2s2 2p6 3s2 3p6 4s2 3d1 ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതുവാണെങ്കിൽ ഇപ്പൊ ധനു ഇലക്ട്രോൺസിനെ വിഡ്രോ ചെയ്യുവാണെങ്കിൽ, ഒരു ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യാൻ പറഞ്ഞാൽ ധനു പെട്ടെന്ന് എന്താ ചെയ്യുന്നത്? സാധാരണ അറ്റത്തിരിക്കുന്ന ഇലക്ട്രോൺ. അറ്റത്തിരിക്കുന്ന ഇലക്ട്രോൺ. പക്ഷെ ഇത് അറ്റത്താണോ ആക്ച്വലി ഇരിക്കുന്നത്? അല്ല, ശരിക്കും അകത്തെ ഷെല്ല, സബ്ഷെല്ല. അത് നമ്മൾ ഫില്ലിംഗ് ചെയ്യുന്ന ഓർഡറിൽ എഴുതിയെന്നേ ഉള്ളൂ. അപ്പം ഇലക്ട്രോണെ കളയേണ്ടത് എവിടുന്നാ? 4s തന്നെ കളയണം. അപ്പൊ ഇവിടെ ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാൻ തന്നെ ഇങ്ങനെ എഴുതുന്നത്. ഇപ്പൊ മാംഗനീസിന്റെ എഴുതാം നമുക്ക്. Mn 25 ഞാൻ എഴുതി കാണിക്കാം, നോക്കിയോ. 1s2 2s2 2p6 3s2 3p6 4s2 3d5 എന്ന് എഴുതും ഞാൻ. അതെന്തിനാ? എനിക്ക് വേണമെങ്കിൽ 4s2 ആദ്യം എഴുതിയിട്ട് 3d5 രണ്ടാമത് എഴുതാമായിരുന്നു, അതും ശരിയാ. പക്ഷെ ഇവിടെ ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യുമ്പോൾ എവിടുന്നാ വിഡ്രോ ചെയ്യുന്നത്? 4s വേണം വിഡ്രോ ചെയ്യാൻ. അപ്പൊ നമ്മൾ മറ്റേ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ ഈ 3d അങ്ങ് വിഡ്രോ ചെയ്ത് വെക്കും. മനസ്സിലാവുന്നുണ്ടോ? ധനുവിന് മനസ്സിലായോ? അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതും കൂടെ എഴുതിക്കും. ഇതിന്റെ ഓർബിറ്റൽസും അതേപോലെ തന്നെയാണ് കേട്ടോ. ഓർബിറ്റൽസ് വരയ്ക്കുന്ന സമയത്ത് എന്താ? ഓർബിറ്റൽ വരയ്ക്കുന്ന സമയത്ത് നോക്കിയേ, എല്ലാവരും നോക്കിയേ. 1s ഇവിടെ 2 എണ്ണം, 2s അവിടെ 2 എണ്ണം, 2p അവിടെ 3 ഓർബിറ്റലാണ്, 1 2 3 4 5 6 ഇത് 2p ആണ്. ഇനി 3s വീണ്ടും വന്നു, 3s അവിടെ 2 എണ്ണം അല്ലേ. അടുത്ത 3p വന്നു, 3pയിൽ 3 ഓർബിറ്റലാണ്, 1 2 3 അടുത്തത് 4 5 6. ഓക്കെ, ഇത് 3p ആണ്. അടുത്ത 3d ക്കകത്ത് 5 ഓറിയന്റേഷനാണ്, 1 2 3 എന്താ
1 2 3 4 5 കണ്ടോ? ഓരോന്നിനും കിട്ടും. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ എഴുതല്ലേ. എങ്ങനെയാ? 5 എണ്ണം വരച്ചിട്ട് നിങ്ങൾ 1 2 3 4 5 ഇങ്ങനെ എഴുതല്ലേ. മനസ്സിലായോ? ഓരോ ഇലക്ട്രോണും കംപ്ലീറ്റ്, ഓരോ സബ്ഷെൽസും അല്ലെങ്കിൽ സബ്ഷെല്ലിലെ ഓർബിറ്റൽസും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പെയറിങ് നടക്കത്തുള്ളൂ. അപ്പൊ ഇത് 3d5 ആണ്. ഇനി ഫോറസ് വരുമ്പോ എത്ര? ഫോറസ്റ്റിനകത്ത് 2 എണ്ണം. മനസ്സിലായോ? ആകുന്നുണ്ടോ? ക്ലിയർ ആണോ? അതാ സാർ ഞാൻ ചോദിച്ചത്. അപ്പൊ ഈ ഓർബിറ്റൽ വരയ്ക്കുമ്പോ ആദ്യം 3D വരച്ചിട്ട് വേണം ഫോറസ് വരയ്ക്കാൻ. നിങ്ങൾക്ക് എങ്ങനെ വേണം വരയ്ക്കാടാ. ഫോറസ്റ്റ് ഫിൽ ആവത്തുള്ളൂ ആദ്യം. മനസ്സിലായോ? ഓക്കെ. നീ ഫോറസ്റ്റ് എടുത്ത് ഫ്രണ്ടിൽ വരച്ച് 3D എടുത്ത് അപ്പുറത്ത് വരച്ചാൽ കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഈ രീതി വരച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോണെ ലോസ് ചെയ്യുമ്പം തെറ്റിപ്പോകാനുള്ള സാധ്യത കുറയും. നിങ്ങൾ Mn3+ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും തനു? Mn3+ എന്ന് പറയുന്ന അയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പൊ ഫോറസ്റ്റിൽ നിന്ന് 2 എണ്ണം എടുത്ത് കളഞ്ഞിട്ട് 3D എന്ത് ചെയ്യാം? ഒരെണ്ണം കൂടെ കളഞ്ഞു കഴിഞ്ഞാൽ മതി. അപ്പൊ 3D എന്തേ വരത്തുള്ളൂ? 5 ഓർബിറ്റിൽ വരും, പക്ഷെ അവിടെ 4 എണ്ണേ വരത്തുള്ളൂ. ഏതിനാ? Mn3+ ആവുമ്പോ. ശരിയല്ലേ? ആണോ തനു? അതെ സാർ. എന്നാൽ നിങ്ങൾ തിരിച്ചെഴുതുവാണെങ്കിലോ, ഇപ്പൊ ഫോറസ്റ്റ് അകത്ത് എഴുതിയിട്ട് 3D പുറത്ത് എഴുതുവാണെങ്കിൽ നിങ്ങൾ 3 ഇലക്ട്രോണിനെ കളയുമ്പോൾ എങ്ങനെ കളയുന്നറിയോ? ആ 3D 3 എണ്ണം എടുത്താൽ കളയും. ശരിയല്ലേ? അങ്ങനെ കളയാതിരിക്കാൻ, അങ്ങനെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഫില്ല് ചെയ്യുന്ന ഓർഡർ ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് 3D, പക്ഷെ എഴുതുമ്പം യൂഷ്വലി പോലെ തന്നെ അങ്ങ് എഴുതുക. ഏതാ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. ഒരു കാര്യം, ഒരു 3 എണ്ണം കൂടെ തരാം. ടൈറ്റാനിയം 22 വരയ്ക്കുക, രണ്ടും വരയ്ക്കുക. വനേഡിയം 23. ഇനി ഒരു കാര്യം കൂടെ പറയാം, ഇത് രണ്ടും കൂടെ വരച്ചിട്ട് ഒരൊറ്റ ടോപ്പിക് കൂടെ പറയാനുണ്ട്.
എഴുതിയോ? ഇത് 1s2 2s2 2p6 3s2 3p6 4s2 കഴിഞ്ഞിട്ട് 3d2 കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇനി അടുത്തത് ഇത് 1s2 2s2 2p6 3s2 3p6 4s2 കഴിഞ്ഞിട്ട് 3d3. ഇങ്ങനെ എഴുതി പഠിച്ചാൽ നിനക്ക് തെറ്റുമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. വെളിയിൽ 3d എഴുതി പഠിച്ച അങ്ങനെ എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല, ശരിയാണ്. ഒരെണ്ണം കൂടെ പറഞ്ഞു തരാൻ നോക്കിയോ. എഴുതിക്കോ, പെക്യൂലിയർ കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ. പെക്യൂലിയർ configuration of chromium and copper. Chromium and copper. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ക്രോമിയം CR24 ആണ്. യൂഷ്വലി എഴുതുന്ന പോലെ അല്ല ഇതിന്റെയും കോപ്പറിന്റെ എഴുതുന്നത്. എന്താണെന്നറിയോ? നമ്മൾ യൂഷ്വലി എഴുതുന്നത് എങ്ങനെയാ? 24 ആകുമ്പോൾ 1s2 2s2 2p6 3s2 3p6 4s2 3d4 എന്നല്ല എഴുതുന്നത്, ആണോ? ആണ്. പക്ഷെ അങ്ങനല്ല, ഇത് തെറ്റാണ്. ഇതിന്റെ ക്ലിയർ ആയിട്ടുള്ളത് 1s2 2s2 2p6 3s2 3p6 4s1 3d5 എന്നാവും. അതെന്താണെന്നറിയാമോ? ഹാഫ് ഫീൽഡ് വരുവാണെങ്കിൽ ഇതിപ്പോ ഡിക്കകത്ത് മൊത്തം 10 എണ്ണം വരുവാണെങ്കിൽ ഫുള്ളി ഫീൽഡാ. ഡിക്കകത്ത് 5 എണ്ണം വരുവാണെങ്കിൽ ഹാഫ് ഫീൽഡാ. ഹാഫ് ഫീൽഡ് കോൺഫിഗറേഷനും സ്റ്റേബിൾ ആണ്. അങ്ങനെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടി ഈ എസിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ പിടിച്ച് ഇങ്ങോട്ടേക്ക് ഇടും. ഇതാണ് കറക്റ്റ്. നിങ്ങൾ എഴുതുമ്പോൾ ഇത് രണ്ടും എഴുതിയിട്ട് ഇത് തെറ്റെന്നും ഇത് ശരിയെന്നും എഴുതുക. അതേപോലെ തന്നെ കോപ്പർ Cu29 ആണ്. അത് 1s2 2s2 2p6 3s2 3p6 4s2 3d9 എന്നാണല്ലോ വരുന്നത്, ആണോ? എന്നാൽ അത് തെറ്റാണ്. എന്താ? അത് ഫുള്ളി ഫിൽഡ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യും? 4s ഒരു ഇലക്ട്രോണിനെ പിടിച്ച് ഇങ്ങോട്ട് ഇടും. അതായത് 1s2 2s2 2p6 3s2 3p6 4s1 കൊടുത്തിട്ട് 3d10 ഇടും. ഇതാണ് ശരി. ഇത്രയുള്ള ഡൗട്ട്